ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഴ സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും പക്കോടയോ സമൂസയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും അല്ലേ. ചായയുടെ നല്ല അടിപൊളിയായിരിക്കും ചൂടുകൾ ഉണ്ടാക്കി സെർവ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് സ്വീറ്റ് കോൺ പക്കോടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇത് നടുക്കൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കുരുകളൊക്കെ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോയിൽ ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. കുക്കറിനകത്തിട്ട് നമുക്ക് ഇച്ചിരി വെള്ളമൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്ക് അത് പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്കാണെങ്കിൽ ഇങ്ങനെ കുരുവൊക്കെ എടുത്താൽ മതി. അപ്പോൾ എന്നാലും നന്നായിട്ട് വേവും കേട്ടോ. നമുക്ക് എണ്ണയ്ക്കകത്തൊക്കെ വറുത്ത് കൂടി എടുക്കുമ്പോഴത്തേക്ക് പാകത്തിനാവും. ചിലർക്കൊക്കെ ഇങ്ങനെ ക്രഞ്ചായിട്ട് ഇഷ്ടമായിരിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചോപ്പറിനകത്ത് ചോപ്പ് ചെയ്തോ അല്ലെങ്കിൽ മിക്സിക്കകത്തൊന്ന് ചെറുതായിട്ടൊന്ന് പൾസ് മോഡലൊന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എല്ലാം ഞാൻ വൃത്തിയാക്കി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് മിക്സിങ് ബൗളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഒരു സവാള പൊടിയായി അരിഞ്ഞത്, കുറച്ച് മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പം മക്കളൊക്കെ എരിവ് എത്ര കഴിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 2-3 പച്ചമുളക് ഇട്ട് എരിവുള്ള മുളകായതുകൊണ്ട് 2 ഇടുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് നമുക്കത് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇന്നാണെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല, എല്ലാം ചോപ്പ് ചെയ്യാനുള്ള മൂഡിലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ചോപ്പണം എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒറ്റ വട്ടം 1-2 വട്ടം കറക്കി കൊടുത്താൽ മതി. സുഖമായിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കാണെങ്കിൽ ഈ സവാള അരിഞ്ഞ് വെച്ചതില്ല, നമുക്ക് ഇഞ്ചി അതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, എപ്പോഴും പറയുന്നോട്ട്. പിന്നെ കുറച്ച് അരിമോദം, ഒരു 1/2 ടീസ്പൂൺ നമുക്ക് അരിമോദം ഇട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ. എന്ന് വെച്ചാണെങ്കിൽ ഇത് ഇവിടെയൊക്കെ ആയിട്ട് ഇച്ചിരി കട്ട പോലെ കിടക്കുന്നില്ലേ, അതൊക്കെ സെപ്പറേറ്റ് ആവാൻ വേണ്ടി കൈ കൊണ്ട് അമർത്തി പ്രസ് ചെയ്തിട്ട് നമുക്ക് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആക്കി കിട്ടും കേട്ടോ. സ്വീറ്റ് കോൺ ഇല്ലേ, അത് നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കാണെങ്കിൽ ഒരു 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എക്സ്ട്രാ ക്രിസ്പി ആവാനാണ് നമ്മളിങ്ങനെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സായി വന്നാൽ മാത്രം മതി. ലിക്വിഡ് പോലെ ആവേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഇടുമ്പോൾ സ്വീറ്റ് കോൺ എല്ലാം വേറെ സെപ്പറേറ്റ് ആയി പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് മിക്സായി വരുന്ന രീതി മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അതിന് താഴെയൊക്കെ നന്നായിട്ടൊക്കെ മിക്സാക്കി ഇപ്പോൾ നമ്മൾ ടേസ്റ്റൊക്കെ നോക്കണേ. നമുക്ക് ഉപ്പും എരിവൊക്കെ എല്ലാം നമ്മുടെ പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് അതിന് ശേഷം വേണം എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാൻ. ഞാൻ ഇപ്പോൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട അത്രയൊന്ന് നമുക്കൊന്ന് പിടുത്തം കിട്ടിയാൽ മാത്രം മതി, അത്രയേ ഉള്ളൂ. എണ്ണ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കും. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സ്ട്രാ ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ബാച്ച് നമുക്കിങ്ങനെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് എണ്ണ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് പിന്നെ നമുക്ക് ഒന്നും കൂടെ ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കുവാണെങ്കിൽ എക്സ്ട്രാ ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. കുറേ നേരത്തേക്ക് ക്രിസ്പിയായി ഇരിക്കുകയും ചെയ്യും. അത് കാരണം നമ്മൾ അങ്ങനെ ചെയ്ത് നോക്ക്. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഒരു ബാച്ച് ഇങ്ങനെ റെഡിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്നും കൂടി ചൂടാക്കുന്നുണ്ട്. ചൂടാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്നും കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ മതി. ഒന്ന് ബ്രൗണിഷ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ മാറ്റിയാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ഞാൻ ഒന്നും കൂടി ക്രിസ്പിയായി കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. കണ്ടോ നമ്മളായിട്ട് ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് കണക്ക് നമുക്ക് സെക്കൻഡ് ബാച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി കിടക്കുക, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇനി സെക്കൻഡ് ആയിട്ട് ഒന്നും കൂടെ വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളക് കൂടെ വറുത്ത് കോരി എടുക്കാം. കൈൻ്റെ മേളിൽ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണേ. എന്നിട്ട് വറുത്ത് കോരി മാറ്റി ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം വേണം ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ കൂടെയാണ് ചൂടോടെ കുറച്ച് ചായയും അല്ലെങ്കിൽ പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും അല്ലെങ്കിൽ ഗ്രീൻ ചട്നി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഗ്രീൻ ചട്നി മല്ലിയിലയും പുതിനയിലയും ചട്നി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയാൻ നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.